എൻ്റെ മനസ്സ് വല്ലാതെ പറഞ്ഞു, എൻ്റെ പ്രേക്ഷകരിൽ ആരൊക്കെയോ പ്രധാനപ്പെട്ട എന്തോ ഒരു യൂണിവേഴ്സൽ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ജീവിതത്തിലെ പ്രണയത്തിലോ ബിസിനസ്സിലോ ദാമ്പത്യത്തിലോ നിങ്ങളുടെ മറ്റ് ബന്ധങ്ങളിലോ മറ്റ് ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻസിലോ എന്തൊരു കാര്യത്തിൽ ജോലിയിലായിക്കോട്ടെ, നിങ്ങൾ വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. യൂണിവേഴ്സിനോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഒരുപാടധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് മെസ്സേജാണ് നൽകാൻ പോകുന്നത് എന്നാണ്. നമ്മളൊരു 6 കാർഡ് എടുക്കുകയാണ്. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന മെസ്സേജ് എന്ന് നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 3 മെഡിറ്റേഷൻ ചെയ്ത് 3 ശ്വാസോച്ഛ്വാസം ചെയ്ത് നിങ്ങളുടെ എനർജി ഒന്ന് കാമാക്കി വയ്ക്കണം. വളരെ റിലാക്സ് ആയിട്ട് തന്നെ കാണുക. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇത്രയും നിർബന്ധപൂർവ്വം പറയാറില്ല. ലവ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് കാണുന്ന ഓരോരുത്തരുടെ. പക്ഷേ ഇത് നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഒരുപാട് സമയം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നേരെ സ്പ്രെഡ് എടുക്കുകയാണ്. പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ യൂണിവേഴ്സുമായിട്ടൊന്ന് കണക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സ്പ്രെഡിലേക്ക് നമുക്ക് നേരെ പോവാം. ജസ്റ്റ് ഈ സമയം നിങ്ങൾ ഒരു ചെറിയ 3 ദീർഘനിശ്വാസം എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്റ്റക്കായി നിൽക്കുന്ന എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ വീണ്ടും 2 കാർഡും കൂടി എടുക്കാൻ വേണ്ടി മനസ്സ് പറയുകയാണ്. ഞാൻ എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ കിറ്റാക്കി ഒരു കാരണവശാലും പോകരുത്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരൊറ്റ കാർഡും കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത്രയാണ് കാർഡ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി നിരത്തി വെച്ചിട്ട് ഒന്ന് റീഡ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്പ്രെഡ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറ്റേ ഇതൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ, എന്തോ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മനസ്സ് വല്ലാതെ തുടിക്കുകയാണ്. അതിനാൽ തന്നെയാണ് ഞാൻ മെസ്സേജ് ഫുള്ളായിട്ട് കേൾക്കണോട്ടോ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഈ വീഡിയോ ഓപ്പണാക്കിയ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരു ഭൂരിഭാഗം പേരും സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയിലായിരിക്കും ലൈഫിൽ. ഇപ്പോൾ നിങ്ങളത് സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ശരി, നിങ്ങൾ ഓവറോൾ മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളത് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാവാം, ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാവാം, ഭാര്യ ഭർത്ത ബന്ധങ്ങളിലാവാം, നിങ്ങൾ എബ്രോഡിൽ ജോലി തേടിപ്പോയിട്ട് അതുമായി ബന്ധപ്പെട്ടതാവാം, ഇനി നാട്ടിലെ ജോലിയായി ബന്ധപ്പെട്ടതാവാം, ഫിനാൻസുമായി ബന്ധപ്പെട്ടതാവാം, അങ്ങനെ എന്തൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ ഒരു എന്തെങ്കിലും പ്രശ്നമായിട്ട് സ്റ്റക്കായി നിൽക്കുന്നതാവാം. അങ്ങനെ ഏതൊരു പ്രശ്നം എന്തൊക്കെയോ പ്രശ്നങ്ങളുമായിട്ട് നിലവിൽ നിങ്ങൾ വളരെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുറകിലുള്ളവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകിലുള്ളവരെന്ന് പറയുന്നത് ഒരു പക്ഷേ സമൂഹമായിരിക്കാം, ഒരു പക്ഷേ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലകളിൽ നിങ്ങളുടെ കൂടെ നടന്നിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങളാവാം. എല്ലാത്തിനെയും നിങ്ങൾക്ക് വല്ലാതെ ഭയത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ നോക്കിക്കാണുന്നത്. നിങ്ങൾ വല്ലാതെ മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന, പരിക്കുകൾ പറ്റിയിട്ടിരിക്കുന്ന, അതായത് മനസ്സിന് വല്ലാതെ മുറിവേറ്റ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിനും പേടിയാണ്. കണ്ടില്ലേ, മുറിവുകളൊക്കെ ഏറ്റിട്ടുണ്ട്, തലയിൽ ഒരു ചെറിയ തുണിക്കഷ്ണം കെട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമുണ്ട്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിലും ഞാൻ കോറിലേറ്റ് ചെയ്ത് പറയുന്നില്ല. പ്രണയ പരാജയമായിരിക്കാം, ബിസിനസ് പരാജയമായിരിക്കാം, ലൈഫ് മൊത്തത്തിൽ ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കാം. അങ്ങനെ എന്ത് തോന്നലായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടാവാം. നിങ്ങൾക്ക് എന്ത് തോന്നലാണോ ഉള്ളത് അത് ഞാൻ ഈ വായിക്കുന്നതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പോയ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വല്ലാതെ സ്വാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം കൂടി ഞാനിവിടെ പറയുകയാണ്. ഇതൊരു ജനറൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഊർജ്ജം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളുമായിട്ട് ഫുള്ളി റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു സെൽഫിഷ് ആയില്ലാത്തൊരു വ്യക്തി ഇത് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്നെക്കുറിച്ചല്ല എന്ന് ധരിച്ചേക്കാം. അതിനാൽ തന്നെ ഞാൻ പറയുകയാണ്, എല്ലാവരും അല്ലെങ്കിലും ഒരു 60-70% ഈ കാണുന്നവരും സ്വാർത്ഥരായിരുന്നിരിക്കാൻ തരമുണ്ട്. സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുള്ളതിനൊന്നും തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് വിട്ടുകൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇത് പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, പ്രസൻറ്റിനെ കുറിച്ചല്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരുപാടധികം വേദനിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. എന്ത് ചെയ്യും ഈശ്വര എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, പ്രപഞ്ചത്തിനോട് മുഴുവൻ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ഒരു സമയം, ഞാൻ എന്ത് ചെയ്യും, ഞാൻ മുന്നോട്ട് പോകാൻ. അത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ പെയിൻഫുള്ളാണ്. ബിസിനസ് പൊട്ടിപ്പാളിസായിട്ട്
നമ്മൾ ഒരുപാട് കടം കയറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം കിട്ടുന്നുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ 2 മേജർ ആർക്കാന കാർഡുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കുന്ന ഒരു നീതി കിട്ടാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുമുണ്ട്. ജീവിതത്തിൽ ചില സമയത്തെങ്കിലും നമ്മൾ നീതി നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഒരു കയ്യിൽ ത്രാസും ഒരു കയ്യിൽ വാളും പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് നീതി കറക്റ്റായിട്ട് അളന്ന് തൂക്കി കൊടുക്കാനും ആ സമയം നീതി നടപ്പിലാക്കേണ്ടടുത്ത് നീതി നടപ്പിലാക്കുവാനുമാണ്. ചിലപ്പോൾ ആ നീതി നടപ്പിലാക്കേണ്ടത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ആയിരിക്കാനും തരമുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന കാര്യത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവിധ അബണ്ടൻസും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് നമുക്ക് ഈ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഊർജ്ജത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന എല്ലാ സ്നേഹബന്ധങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരും. സ്നേഹബന്ധങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. എന്തൊക്കെ മാറ്റം വരുത്തണം, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രകടിപ്പിക്കേണ്ടത് മാത്രം പ്രകടിപ്പിച്ച് ഒരു പൂർണ്ണ സാറ്റിസ്ഫാക്ഷനിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു തുടക്കം, ഒരു മനോഹരമായിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണ്ടി കാലം കരുതി വയ്ക്കുന്നു എന്നാണ്. അപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ലെവലിൽ വ്യത്യാസം വന്നെങ്കിൽ മാത്രമാണ് ഇവിടെ മുതലുള്ള ഈ കാർഡുകൾക്ക് മാറ്റം വരികയുള്ളൂ. ഇത് ഇന്നലെ ആയിരുന്നു, ഇത് രണ്ടും ഇന്നത്തെയാണ്. ഇന്നലെ പോട്ടെ, ഇന്ന് നമുക്ക് ഗവനിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ ഊർജ്ജ തലത്തിൽ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോവാം, ഇനി പള്ളിയിൽ പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോവാം, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷനൊക്കെ പവർ കൂട്ടണം. നിങ്ങളുടെ ഊർജ്ജത്തെ മാറ്റാൻ വേണ്ടി നിരവധി തരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ഇന്ന് നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലേക്കായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടെക്നിക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു മെഡിറ്റേഷൻ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇനി നിരീശ്വരവാദിയാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നത് ഈശ്വരനായിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള കണക്ഷനും വരുന്നില്ല. നിരീശ്വരവാദികളും ഉണ്ടാവുമല്ലോ, നമ്മളെല്ലാവരെയും പരിഗണിക്കണം. അപ്പോൾ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്യാവുന്ന നല്ലൊരു റെമഡിയാണ്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ചിന്തകളിൽ കെട്ടിക്കിടക്കുന്ന, മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് അഴുക്കുകളും ഒരുപാട് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകളും റിലീസാവുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ആ നെഗറ്റീവ് എനർജി മാറിപ്പോവും. അത് തീർച്ചയായിട്ടും നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരികയും നല്ല രീതിക്ക് ചിന്തിക്കാനും നല്ല രീതിക്ക് പ്രവർത്തിക്കാനും അത് സഹായകരമാവുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും എന്തോ ഒരു പതിവില്ലാത്ത ഒരു ഗഡ് ഫീലായിരുന്നു, എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാനുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേര്, എൻ്റെ പ്രേക്ഷകരിൽ ഒരുപാട് പേര് വിഷമിച്ച് നിൽക്കുന്നു എന്നൊരു തോന്നൽ. അതിനാൽ തന്നെ ആയിരിക്കണം എൻ്റെ സൗണ്ടിലും ഒരു ഫുള്ള് എനർജറ്റിക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ കാർഡ് വായിച്ചു പോകുമ്പോൾ എന്നിലൂടെയും എന്തോ ഒരു ബുദ്ധിമുട്ട് കടന്നു പോകുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ എനർജിയിൽ വ്യത്യാസം വരുത്തി നിങ്ങൾ ജീവിതത്തിൽ ഒരു രീതിക്കും സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, സ്നേഹമാണെങ്കിൽ സ്നേഹം, പണമാണെങ്കിൽ പണം, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച വിദേശത്ത് ജോലിയാണെങ്കിൽ ജോലി, നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നിങ്ങളിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനാണെങ്കിൽ അത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഇഷ്ടപ്പെടാനാണെങ്കിൽ അങ്ങനെ, ഒരു നാട്ടിൽ തന്നെ ഒരു ജോലിയാണെങ്കിൽ അങ്ങനെ, സ്ഥലം മേടിക്കുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഹോരാത്രം പണിയെടുക്കണം. ഒരിക്കലും ചിന്തയുടെ ലോകത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു കാര്യം ഈ ലോകത്തിൽ നടക്കില്ല. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഊർജ്ജത്തെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നെഗറ്റിവിറ്റിയും ഈ സ്റ്റെക്നെസ്സിനെ എല്ലാം മാറ്റിക്കളഞ്ഞ് വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ക്ലൈം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഒരുപാടധികം ആളുകൾക്ക് വേണ്ടാത്തൊരു കാലഘട്ടമാണിത്. പ്രണയത്തെക്കുറിച്ചും മറ്റുള്ള വീഡിയോകളായിരിക്കാം പലർക്കും കൂടുതലും ആവശ്യം. ഈ വീഡിയോ ചിലപ്പോൾ ഒരു 800 പേരായിരിക്കും കാണുക, ചിലപ്പോൾ 8000 പേരായിരിക്കാം. ഇനി ഒരുപാട് പേര് കാണുകയാണെങ്കിൽ അത് 80,000 പേരിലേക്ക് എത്തിയേക്കാം. എന്നിരുന്നാൽ പോലും ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് ഇതൊരു മാക്സിമം ഒരു 1500-2000 വ്യൂ താഴെ നിൽക്കുള്ളൂ എന്നാണ്. കാരണം പലപ്പോഴും നമ്മൾ മാറേണ്ടതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. നമ്മൾ മാറിയാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ്, സമ്പൽ സമൃദ്ധി നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും അറിയാമെങ്കിൽ
എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അവരാരും നമ്മളെ തന്നെ സ്നേഹിക്കാനോ നമ്മളെ തന്നെ കെയർ ചെയ്യാനോ ശ്രദ്ധിക്കാറില്ല. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ തന്നെ കെയർ ചെയ്യുമ്പോൾ അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയൊരു എനർജിയാണ് തരുന്നത്. കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ എപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിയാലും അത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എത്തിച്ചതാണ് എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ജനറൽ വീഡിയോ ആണ്, ഫുള്ളി റെസനേറ്റ് ആവണമെന്നില്ല. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് പള്ളേ കളയുക. ഇനി നാട്ടുഭാഷയിൽ പറഞ്ഞതാണ്. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മുകളിൽ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെ ആശംസിക്കുകയാണ്. എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പരമേശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിനെ ആവാം, നബിയെ ആവാം, ആരെയും ഈ ബ്രഹ്മത്തിൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കൈലാസനാഥനാവാം, കൃഷ്ണനാവാം, ആരുമാവാം, ദേവിയാവാം, അപ്പോൾ മാതാവാം, ഏഞ്ചൽസ് ആവാം, എന്ത് സങ്കല്പം വച്ചോട്ടെ. ഇനി ആ സങ്കല്പം വയ്ക്കാത്തവരാവട്ടെ, നിങ്ങൾക്ക് എപ്പോഴും എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബായ്.